ശ്രീ മോഹനാണ് വാമനപുരത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മോഹനൻ, ഹലോ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപ് ഇപ്പോൾ ഈ ഓഫറൊക്കെ വെച്ച് കളിക്കുന്നതും പാകിസ്ഥാനിലെ വെച്ചൊരു ചർച്ചയൊക്കെ നടത്തുന്നു. പാകിസ്ഥാന്റെ പൂർണ്ണമായും ഇറാൻ അടക്കം പാകിസ്ഥാന് അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല. അങ്ങനെ ഒരു രാജ്യത്ത് ചർച്ച നടത്തുകയും ആ ചർച്ച പൊളിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓഫറുകൾ വെക്കുന്നു. നിങ്ങൾക്ക് സാമ്പത്തിക സഹായം തരാം, നിങ്ങളെ രക്ഷപ്പെടുത്താം, നിങ്ങളതൊന്ന് നിർത്തൂ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഞങ്ങൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞു എന്നൊക്കെ. യഥാർത്ഥത്തിൽ തോറ്റമ്പി നിൽക്കുന്ന ഒരു രാഷ്ട്രത്തലവന്റെ തന്ത്രമാണോ ഈ ഓഫറുകളൊക്കെ? ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ സാറേ? പറഞ്ഞു. സാറിന് ഇത് ഒരുപാട് ദിവസം കൊണ്ട് ചർച്ച ചെയ്യാണ്. കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നാ നിതിൻ രാജുവിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് ചെയ്യണ്ടേ? ശ്രീ മോഹൻ, നമ്മള് ആഗോള യുദ്ധം നടക്കുകയും പറഞ്ഞോളൂ, താങ്കൾ പറയാൻ അവസരം തരാം. ആഗോള യുദ്ധം നടക്കുകയും അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ കേരളത്തിന്റെ അടുക്കളകളിൽ പോലും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് ഇത്തരം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയുമോ? അത് കഴിയില്ല. അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അത് തീരുമാനിക്കുക. കാരണം ലോക രാഷ്ട്രങ്ങൾക്ക് അറിയാവുന്നുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി കറക്റ്റായിട്ട് ഇതിനെ തരണം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയാണ്. എന്നൊരു ഗ്യാസിന് തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അറിയാമോ? അപ്പൊ ട്രംപ് എന്ന് പറയുന്ന അദ്ദേഹം ചിലപ്പോൾ വലിയൊരാളായിരിക്കാം. എന്നാലും നാലുപേര് പറയുന്ന കേൾക്കണ്ടേ? എല്ലാ ലോകരാഷ്ട്രങ്ങളും പറയുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്നല്ലേ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പിടിവാശി കൊണ്ട് എത്ര കൊച്ചുങ്ങളാണ് സാറേ മരിച്ചത്? ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കൊച്ചു അവിടെ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപയിലോ? എന്റെ മക്കളും ലണ്ടനിലും അമേരിക്കയിലും നിൽക്കുന്നുണ്ട്. എത്ര ലക്ഷം രൂപയാവും? 20 ലക്ഷം രൂപയോളം ആവുന്നുണ്ട് അവിടെ പോയി പഠിക്കാനായിട്ട്. ഇത് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണ്ടേ? അപ്പൊ അദ്ദേഹത്തിന്റെ ചെവിട്ടടിയില് ചെവിയുടെ തൊട്ട് താഴെ നല്ലൊരു അടി കിട്ടിയോണ്ടാണ് ആവശ്യം. അതിനെ ആരും തയ്യാറാവൂലായിരിക്കും. ഇന്ത്യക്കാണെങ്കിലും ആരും ചൈനയൊക്കെ ഇങ്ങനെ പറയണമെന്ന് വെച്ചും കൊണ്ട് അവരും കയറി കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സാറേ ശരിയല്ലേ? ഒരാളുടെ ചെവിക്കലടിച്ച് പൊട്ടിക്കണം എന്നൊക്കെ പറയാം, പക്ഷെ അത് അങ്ങനെ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞേക്കാം. അതിനും കൂടെ സാർ സമാനം പറയും. എന്റെ മക്കള് ലണ്ടനിലും അമേരിക്കയിലൊക്കെ പഠിക്കുന്നുണ്ടോ? 20 ലക്ഷം രൂപയോളം ആവും. ഗ്യാസിന്റെ കാര്യത്തിൽ തന്നെ പല വീടുകളിലും ഗ്യാസ് ഇപ്പോൾ കിട്ടാനില്ലാത്ത അവസ്ഥ, 45 ദിവസം കാത്തിരിക്കേണ്ട അവസ്ഥ. അത് പല ചെറിയ ഗ്യാസ് കുറ്റിയാണെങ്കിൽ ഒരു പമ്പിലും ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം അടക്കം ഇടപെടേണ്ടത് തന്നെയാണ്. അങ്ങനെയാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അത്രയും അദ്ദേഹത്തെ തൊഴുവല്ലേ ലോക രാഷ്ട്രങ്ങൾ മൊത്തവും. അതിന് മൊത്തം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇത്രയും കാല് പിടിച്ച് തൊഴുകൊണ്ടായിരിക്കാം ഇത്രയും അഹങ്കാരം കാണിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നാണ്. ശ്രീ സന്തോഷ്, നമുക്ക് പലതവണ ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഈ വിഷയം അത്രത്തോളം നമ്മുടെ ജീവിതത്തെ കൂടി ഇത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ യുദ്ധമൊന്നും അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാവുന്നില്ല. അദ്ദേഹം ഇപ്പോഴും വീരവാദങ്ങൾ മുഴക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത്? ഇത് ട്രംപിന്റെ ഒരു ബിസിനസ് താല്പര്യം മാത്രമാണ്. കാരണം ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി ഉറക്കെ പറയുമോ? ഇത് ട്രംപിന്റെ ഒരു ബിസിനസ് താല്പര്യമാണ്. കാരണം ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ സാധനങ്ങൾക്ക് വില കൂടുകയാൽ വിറ്റഴിക്കുമ്പോൾ വില കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. കാരണം അയാളൊരു ബിസിനസ്സാണ് അയാൾ ആഗ്രഹിക്കുന്നതും അയാൾ സാമ്പത്തിക നേട്ടം അതിലൂടെ ഉണ്ടാക്കുന്നുമുണ്ട്. ഇത് ട്രംപിനിപ്പോ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനും കഴിയില്ല. കാരണം ഈ ലോകരാജ തലവൻ എന്ന നിലയിൽ രാഷ്ട്രങ്ങളുടെ പോലീസ് ആയി നടിക്കുന്ന അമേരിക്കക്ക് പെട്ടെന്ന് എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുക? ഒരിക്കലും കഴിയുകയില്ല. ഇനി ഇപ്പൊ പാകിസ്ഥാനില് ഈ ചർച്ച നടത്തി, ഇടയ്ക്ക് ചർച്ച അലത്തി അവരന്നേരം വിട്ടു. അടുത്ത ചർച്ച ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് ചർച്ച നടത്തുമ്പോൾ ഇപ്പൊ അക്രമം നടത്തുമ്പോൾ ഈ ഇറാൻ എന്ന രാജ്യം വെറുതെ ഇരിക്കുമോ? അതില്ല. ഇസ്രായേലിന്റെ അവസ്ഥ അത് തന്നെയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് സാറേ, ഇത് നമ്മളെ കേരളത്തിലൊരു വിഷയമാണ്. ഇത് നിങ്ങളെ തിരുവനന്തപുരം ലേഖനൊന്നും ശ്രദ്ധിച്ചാൽ കൊള്ളാവുന്നുണ്ട്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് തിരുവനന്തപുരം ഐ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ അവിടെ ആരോഗ്യ ഇൻഷുറൻസ്, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കൊടുത്തിട്ട് അവിടെ സ്വീകരിക്കുന്നില്ല. അവർ 5000 രൂപയുള്ളൂ, അതിന് ശേഷമുള്ള പൈസ നിങ്ങൾ അടയ്ക്കണം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ കീഴിൽ ഗവൺമെന്റിന്റെ സന്തോഷം, അത് എനിക്ക് കൃത്യമായി അറിയില്ല. അതിനകത്തൊരു ചെറിയ വിഷയം, ചില ചികിത്സയ്ക്ക് തുക പരിധി നിശ്ചയിച്ചിട്ടുണ്ട്.
ആ പരിധിയിൽ പെടുന്ന ചികിത്സയാണോ അദ്ദേഹം ആവശ്യപ്പെട്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് താങ്കൾ വിശദമായി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിക്കാം. ഒന്ന് അന്വേഷിക്കണം. ശരി, കാരണം അന്വേഷിക്കാം. 5000 വിശദമായി രൂപയിൽ വിളിച്ച് കൂടുതൽ പറഞ്ഞാൽ അത് ചികിത്സയ്ക്ക് തീർച്ചയായും അന്വേഷിക്കാം. അങ്ങനെയുള്ള ചില വ്യവസ്ഥകൾ കൂടിയുണ്ട്. താങ്കൾക്ക് ആ ഇന്റർനെറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ചികിത്സയ്ക്കും എത്ര രൂപ വരെ കിട്ടുമെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി തന്നെ അതിന്റെ വ്യവസ്ഥകളൊക്കെ കിടപ്പുണ്ട്. അത് താങ്കൾക്ക് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അനീതി ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായും അക്കാര്യത്തിൽ ഇടപെടാം. ശരി. ശ്രീദാസനാണ്, കണ്ണൂരിൽ നിന്നാണ്. ശ്രീദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൈപൊള്ളി നിൽക്കുന്ന ട്രംപിന്റെ ഒരു തന്ത്രമാണോ ഈ ഓഫർ വെച്ചുള്ള കളി? അല്ല, ട്രംപ് എനിക്ക് തോന്നുന്നു ഈ ഉത്തരമുട്ട അട്ടഹാസം എന്നുള്ള കാര്യത്തില് ഒരു തിരിച്ചടി ഇറാൻ എന്ന പ്രദേശത്ത് നിൽക്കേണ്ടി വരും. കാര്യം ഇറാൻ ഇപ്പൊ സഹായിക്കുന്നത് ഇപ്പോ ചൈന, റഷ്യ, നമ്മുടെ കൊറിയ, ചൈനയൊക്കെ രഹസ്യമായിട്ട് ആയുധങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ അതല്ലാതെ ഇറാനെ കൊണ്ട് പിടിച്ചേക്കാനാവൂല. ട്രംപ് പറയുന്നതായാലും നെതന്യാഹു പറയുന്നതായാലും കാര്യം ഇറാൻ ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുവാന്നല്ലേ പറയുന്നത്. ഈ ലോകത്തിന് എന്നും നാശം തന്നെ. ആരായാലും ഈ ആണവായുധങ്ങൾ ആരെ കൈവശമുണ്ടായാലും, പ്രത്യേകിച്ച് ഒരു മതരാഷ്ട്രമാണ് ഈ ഇറാൻ. ഇവർക്കൊന്നും പള്ളി അള്ള അതിന്റെ അപ്പുറം വേറെ ലോകമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ എന്താ നടത്താൻ പറ്റാതെ. അപ്പൊ ഇത് ഞാൻ പറയുന്നത് ഈ ഒന്നാമത് നമ്മുടെ ഈ UN ഒരു കഴിവുമില്ല. എങ്ങനെ ഒരു ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ അത് ഇടപെട്ടിട്ട് അത് ഏത് രീതിയിൽ പരിഹരിക്കണമെന്നുള്ള ഒരു ആർക്കൊന്നും ഇപ്പോൾ ട്രംപ് തോന്നുന്നു. അയാളൊരു ബട്ട് പറയുമ്പോഴേ പറയാം ഇങ്ങനെ ഈ മനോനില തെറ്റ പോലെ അയാൾ എന്തൊക്കെ പറയുമ്പോൾ. പക്ഷെ എന്തായാലും അവസാന ഘട്ടത്തില് ഇവര് നെതന്യാഹുവും ട്രംപും കൂടിയിട്ട് എന്റെ ബലമായ സംശയം ഒരു നല്ല രീതിയിൽ ആൾനാശം ഇറാനെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് ഇല്ലാതിരിക്കട്ടെ, അതിന് മുമ്പായിട്ട് ഇടപെടേണ്ട ആൾക്കാരൊക്കെ ഇടപെട്ടിട്ട് ഒന്ന് പ്രശ്നം പരിഹരിക്കാൻ പറ്റും നോക്കട്ടെ. കുറെ കാലമായി കിരണ വിളിച്ചിട്ട് ഒരു 2-3 ആഴ്ചയായി വിളിച്ചിട്ട്. ശരി ശ്രീദാസൻ, എന്തായാലും വിളിക്കുക താങ്കൾ ഇടയ്ക്ക്. വിശ്വാസംസകൾ എല്ലാവർക്കും. ശരി, വിഷു ആശംസകൾ തിരിച്ചും ശ്രീദാസന്. ശ്രീ ജാക്സൺ ആണ്, ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജാക്സൺ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നമ്മൾ നിരന്തരം ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത് തന്നെ നമ്മുടെ നിത്യജീവിതത്തെ അത് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് അടക്കം എത്തിക്കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ലോകത്തെ ഈ ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ പോലും. അവിടെയുള്ള പലർക്കും ഇപ്പോൾ സ്കൂൾ അവധിയൊക്കെ കേരളത്തിൽ തുടങ്ങി, പലർക്കും വരണം എന്നൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ അവർക്കാർക്കും വരാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ യുദ്ധം ഇങ്ങനെ അവർ അവസാനിപ്പിക്കാൻ ഈ ട്രംപിന് ഒരു പദ്ധതിയുമില്ലേ? സാറേ, ഇത് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായത്. ഇത് ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കാതെ നേരിട്ട് അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ആക്രമിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമില്ലല്ലോ. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നില്ല? ശ്രീ ജാക്സൺ, അതിനകത്തൊരു ചെറിയ വിഷയം, ഈ ഇറാന്റെ പക്കലിരിക്കുന്ന ആയുധം കൊണ്ട് ഇറാന് അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളും കൊണ്ട് അമേരിക്കയിൽ പോയി ആക്രമണം നടത്താൻ, അത് ഇറാനുമായി എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിൽക്കുന്ന അമേരിക്കയിൽ പോയി ആക്രമണം നടത്താൻ തക്ക ശേഷിയുള്ള ആയുധങ്ങൾ അവരുടെ പക്കൽ ഉണ്ടായിരുന്നെങ്കിൽ അവരങ്ങനെ ആക്രമിച്ചേനെ. പക്ഷേ അവരുടെ പക്കൽ അങ്ങനെയുള്ള ആയുധങ്ങളില്ല. അവർക്ക് ആക്രമിക്കാൻ കഴിയുന്നത് പരമാവധി 2000-2500 കിലോമീറ്റർ എന്ന് പറയുന്നത് അതിനുള്ളിൽ വരുന്ന ഇസ്രായേലാണ്. ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ അത്രയും ദൂരെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.